ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇന്നലെയാണ്, അതായത് ജൂൺ 29 കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അലോട്ട്മെൻറ്റ് ഓർഡർ ഇത് വെച്ചിട്ടാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. സോ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ പല ഡൗട്ടുകളും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. സോ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി റാങ്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സീരിയൽ നമ്പറാണ് നമ്മുടെ കാറ്റഗറി റാങ്ക്, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ജനറൽ റാങ്ക്. ഇങ്ങനെയാണ് ആ ഒരു കാറ്റഗറി റാങ്ക് ഉണ്ടായിരിക്കുക. ഒരു PDF തുടക്കത്തിൽ ഇഴവ EWS, പിന്നെ EZ കാറ്റഗറി, പിന്നെ MU കാറ്റഗറി, പിന്നെ ഡിലോട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, പിന്നെ സ്പെഷ്യൽ റിസർവ്, അങ്ങനെ ഒരുപാട്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ കോളേജിൻ്റെ അടിയിലും ഓരോ കട്ട് ഓഫ് കാണാനായിട്ട് സാധിക്കും. ഈ കട്ട് ഓഫ് ഒക്കെ ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. GC തൃശ്ശൂർ EC എന്ന് പറഞ്ഞൊരു കോഴ്സ്, ഞാൻ MU കാറ്റഗറിയാണ്. അപ്പോൾ MU കാറ്റഗറി വെച്ചിട്ട് ഈ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ GC തൃശ്ശൂർ ഇപ്പോൾ MU കാറ്റഗറിയുടെ അടിയിൽ വരുന്ന ഒരു കട്ട് ഓഫ്, ഒരു എക്സാമ്പിൾ പറയാം 2500. ഈ 2500 ആണ് നമ്മുടെ കാറ്റഗറി റാങ്ക് അല്ല, 2500. ആ 2500 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജനറൽ റാങ്കാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതല്ല, നമ്മുടെ ജനറൽ റാങ്കാണ് ഓരോ കാറ്റഗറിയുടെ അണ്ടറിലും വരുന്ന കട്ട് ഓഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ജനറൽ റാങ്ക്, ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, ഇനി അടുത്തൊരു ഡൗട്ട് പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെയും സ്ട്രേ വേക്കൻസിൻ്റെയും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത് നമ്മുടെ കീമിൻ്റെ സൈറ്റിലുള്ളത്. സോ ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരുപാട് ഡൗട്ടാണ്. ഈ ഒരു കുട്ടിയുടെ റിസർവേഷൻ അല്ലെങ്കിൽ കാറ്റഗറി റിസർവേഷൻ വേണ്ട ഒരു കോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഉണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് സീറ്റ് ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഈ കാറ്റഗറി റിസർവേഷൻ ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടിക്ക് MU കാറ്റഗറി ആണെങ്കിൽ എന്തുകൊണ്ട് അവന് SMൽ സീറ്റ് കിട്ടിയത്, സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയേക്കണു, അല്ലെങ്കിൽ എന്താ FW കിട്ടിയേക്കുന്നത്, അതെന്താ പല കുട്ടികൾക്കും അങ്ങനെ കാണാമല്ലോ എന്ന് ചോദിക്കുന്നത്. ഈ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സീറ്റ് ഫില്ലിങ്ങിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ കാര്യം നിങ്ങൾ മൈൻഡിലേക്ക് കൊടുത്താൽ മതി. അതായത് നിങ്ങൾ ഒരു കോളേജിൽ ഒരു സീറ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ ഒരു കോഴ്സിൻ്റെ സീറ്റ് ഫില്ലിങ് നടക്കുന്നത് 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതായത് ഏത് റാങ്കുള്ള ഏത് കാറ്റഗറിയിലായിക്കോട്ടെ അവിടെ അപ്ലൈ ചെയ്യുന്ന ടോപ്പ് കുട്ടികളാണ് ആ സ്റ്റേറ്റ് മെറിറ്റിൽ കയറുക. പിന്നെ സ്റ്റേറ്റ് മെറിറ്റ് 15% സീറ്റ് കവറായി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിലേക്ക് ഓരോ പെർസെൻറ്റേജ് കണക്കിന് ഓരോ കാറ്റഗറിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10% ആണെന്ന് തോന്നുന്നു EWSന്, 8% ആണെന്ന് തോന്നുന്നു മുസ്ലിം കാറ്റഗറിക്ക്, പിന്നെ ഈ 7 to 8 8 to 9 ഒക്കെയാണ് EZ കാറ്റഗറിക്കും. സോ അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്കത് വ്യക്തമായിട്ട് ഓർമ്മയില്ല. സോ ഈ ഒരു 50% സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാറ്റഗറി ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ 50% സീറ്റിൽ ചിലപ്പോൾ MU കാറ്റഗറി വരാം, പല കുട്ടികളും വരാം, അല്ലെങ്കിൽ EZ കാറ്റഗറി വരാം, LV DV SC ST, അങ്ങനെ ഒരുപാട് EWS എല്ലാ കാറ്റഗറീസും വരാം. ഈ എല്ലാ കാറ്റഗറീസും വന്ന് കഴിഞ്ഞിട്ട് അവിടെ 50% സീറ്റ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്ത ടോപ്പ് റാങ്കുള്ള കുട്ടികളെ നോക്കുക. ഈ കുട്ടി MU കാറ്റഗറിയിൽ പെട്ടതാണോ, ഈ കുട്ടി EZ കാറ്റഗറിയിൽ പെട്ടതാണോ, എന്നാൽ അങ്ങോട്ട് കൊടുക്കും. അതിന് EZ കാറ്റഗറി ഫില്ലായി, MU കാറ്റഗറി ഫില്ലായി, പിന്നെ കഴിഞ്ഞു, അവിടുത്തെ ആ കോഴ്സിൻ്റെ കഴിഞ്ഞു. അങ്ങനെയാണ് സീറ്റ് ഫില്ലിങ് നടക്കുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഓരോ കോളേജിൻ്റെയും അടിയിൽ കൊടുത്തേക്കുന്ന കട്ട് ഓഫ് നമ്മുടെ ജനറൽ റാങ്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാറ്റഗറി റാങ്കും സീറ്റ് ടൈപ്പ് ഉള്ളത് അത് നമ്മുടെ റാങ്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാമെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാം. പിന്നെ FW ഉണ്ട്, ഫീ വേവർ ഉണ്ട്, അതായത് ട്യൂഷൻ ഫീ വേവർ ആണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലോവസ്റ്റ് ഇൻകം നല്ല റാങ്കുള്ള കുട്ടികൾക്കാണ് അത് കിട്ടുക, ഫീ വേവർ സ്കീം കിട്ടുക. സോ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഈ 2 ഡൗട്ടാണ് കോമൺ ആയിട്ട് ഉണ്ടാവാറ്. പിന്നുള്ളൊരു ഇതാണ് ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത്. ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്തിനാണ് നമുക്ക് ഉപയോഗമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ ഒരു കാറ്റഗറി റാങ്ക് 2000 ആണെന്ന് വെക്കുക. എൻ്റെ ഒരു എനിക്കൊരു എക്സാമ്പിളിന് പെട്ടെന്ന് പറയാനാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ജനറൽ റാങ്ക് 10000 ആണെന്ന് വെക്കുക. ഇപ്പോൾ തൊട്ടപ്പുറത്ത് 2001 ഉള്ള, അതായത് എൻ്റെ കാറ്റഗറിയിൽ MU കാറ്റഗറിയിലെ 2001 സീരിയൽ നമ്പറുള്ള കാറ്റഗറി റാങ്കുള്ള കുട്ടിയുടെ ജനറൽ റാങ്ക് 10500 ആണെന്ന് വെക്കുക. ഇപ്പോൾ GC തൃശ്ശൂർ EC എന്ന് പറഞ്ഞൊരു കോഴ്സിന് സപ്പോസ് ഒരു 9500 ആണ് എൻ്റെ തൊട്ട് മുമ്പുള്ള ആളുടെ, 1999 എന്നുള്ളത് ഒരു 9500 റാങ്കുള്ള ആളുടെയാണ് ആ ഒരു സീരിയൽ നമ്പർ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി റാങ്ക് എങ്കിൽ
അയാൾക്ക് ആ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രതീക്ഷ വെക്കാം അടുത്തത് എനിക്കാവും എന്നുള്ളത്. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബാക്കിലാണെങ്കിലും ലാസ്റ്റ് റാങ്കിൽ ആ ഒരു 2000-2500 വ്യത്യാസം വന്നിട്ടെങ്കിൽ ഒരു ഗസ്റ്റ് വർക്ക് നടത്തിയിട്ട് അടുത്തതിൽ എനിക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നെ പരിഗണിക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കാം. എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, ഈ നമ്മുടെ കാറ്റഗറിയിൽ റാങ്ക് എത്ര വന്നേക്കണേ ഇപ്പോൾ GC തൃശ്ശൂർ ECക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 2000 വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാറ്റഗറി റാങ്ക് 2500. അതുപോലെ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ള ഈ 2000 കാറ്റഗറി റാങ്ക് അല്ല, ഇപ്പോൾ സീറ്റ് ഫില്ലിങ് ചെയ്തിട്ടുള്ള ആ കുട്ടിയുടെ റാങ്ക് മുസ്ലിം കാറ്റഗറി റാങ്ക് 2000. അപ്പോൾ ആ കുട്ടിയുടെ ജനറൽ റാങ്ക് 2000, മുസ്ലിം കാറ്റഗറിയുടെ റാങ്ക് ഒരു 100 വെക്കുക. അപ്പോൾ എൻ്റെ റാങ്ക് 120. അപ്പോൾ എൻ്റെ ജനറൽ റാങ്ക് 2500. അപ്പോൾ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ഒരു ഗസ്റ്റ് വർക്കിന് പറ്റുള്ളൂ. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഓരോ അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പ് നടത്തും. അങ്ങനെ നടത്തുമ്പോൾ ഈ കാറ്റഗറി റാങ്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കോളേജസിൽ ഈ ഇപ്പോൾ ഓരോ കാറ്റഗറിയുടെ അടിയിൽ ഓരോ റാങ്ക് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് കിട്ടേണ്ട, അതായത് എൻ്റെ റാങ്ക് 2000 എന്ത് കാറ്റഗറി റാങ്ക്. ഇപ്പോൾ എൻ്റെ ജനറൽ റാങ്ക് 10000. പക്ഷേ എൻ്റെ കാറ്റഗറി MU കാറ്റഗറിക്ക് GC തൃശ്ശൂർ ECക്ക് എന്താ പറയുക, ഒരു എൻ്റെ ജനറൽ റാങ്കിനേക്കാളും 10500 കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ജനറൽ റാങ്ക് എന്താ പറയുക 10000, എൻ്റെ കാറ്റഗറി റാങ്ക് 2000. എന്നാൽ 10500 ഒരു കുട്ടിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. സോ അത് നിങ്ങൾക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്കത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിയിലേക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാലാണ് എല്ലാ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് ഒറിജിനൽ, അതായത് പ്രൊവിഷണൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശരിക്കും വരും. അങ്ങനെ ഓരോ അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടാണ് എററുകളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കിയിട്ട്. മോസ്റ്റ് പ്രോബബ്ലി എററൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് ഒറിജിനൽ അലോട്ട്മെൻറ്റ് നടത്തുക. സോ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു സ്ഥാനം അളക്കാം. പിന്നെ നമുക്ക് ഓരോ സീറ്റ് ഫില്ലിങ് നടത്തുമ്പോൾ അടുത്തത് എന്നെയാവും എന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പോലത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ആ ഒരു ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടാമെന്ന് പ്രതീക്ഷിക്കാം. സോ ഇത്രയും ഉപയോഗം അത് വെച്ചിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ആ കാറ്റഗറി റാങ്ക് എന്നെ പറ്റിയിട്ടൊരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.